നമസ്കാരം. നമ്മുടെ ന്യൂ മോംസിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. ഇത് മൂന്നും നമ്മുടെ ബോട്ടിൽസ് ആണ്, ഫീഡിംഗ് ബോട്ടിൽസ് ആണ് കേട്ടോ. അവർക്ക് പാലാണെങ്കിലും അതുപോലെ സിമിലാക്ക് പോലുള്ള മിൽക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഒരു 6 months ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങുമല്ലോ. അതായത് സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതുപോലുള്ള ബോട്ടിൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരുപാട് ടൈപ്പ് ഓഫ് ബോട്ടിൽസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് സ്റ്റീൽ ബോട്ടിലാണ്. ഈ സ്റ്റീൽ ബോട്ടിൽ നോർമലി അമ്മമാർക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും, പ്ലാസ്റ്റിക് യൂസ് ചെയ്യാനായിട്ട് പേടിയുള്ള അമ്മമാരുണ്ടാവും. പക്ഷെ BPA ഫ്രീ ആയിട്ടുള്ള നല്ല പ്ലാസ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇതുപോലത്തെ സ്റ്റീൽ ബോട്ടിൽസ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, ഇത് തീരെ ചെറിയ സൈസിലാണ് കേട്ടോ വരുന്നത്, കുഞ്ഞ് ബോട്ടിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. നമ്മൾ എപ്പോഴും എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ, സ്റ്റീലും കുഴപ്പമില്ല, ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം 100% BPA ഫ്രീ ആയിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലാസ് ആണ്. അത് കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാക്കാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഗ്ലാസ് ഫീഡിംഗ് ബോട്ടിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ 3 ടൈപ്പാണ് മെറ്റീരിയൽ വൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരുപാട് ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതായത് ഇതിപ്പോ എല്ലാത്തിനും തന്നെ നിപ്പിളാണ് ടിപ്പിൽ വരുന്നത്. അതായത് ന്യൂ ബോൺസിന് എന്തായാലും നിപ്പിൾ തന്നെ പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോ വരുന്നത് നിപ്പിൾസ് ആണ്. പല ടൈപ്പ് നിപ്പിൾസ് നമുക്ക് അവൈലബിൾ ആണ്. വൈഡ് നിപ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ബ്രസ്റ്റിന്റെ സെയിം പൊസിഷനിൽ തന്നെ വെക്കാൻ പറ്റുന്ന സ്ലാൻഡിങ് ആയിട്ടുള്ള നിപ്പിൾസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഫീഡിങ്ങിലേക്ക് കടന്ന് സോളിഡ് ഫുഡ്സിലേക്കൊക്കെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ സ്പൂണും കൂടെ, സ്പ്രൗട്ടും സ്പൂണും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫീഡിംഗ് ബോട്ടിൽസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം, മെസ്സേജ് അയക്കാം. പ്രൊഡക്ട്സിനായിട്ടും നെക്സ്റ്റ് നമ്മുടെ പേജസ് ഒന്ന് ഫോളോ ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.